Good morning, all my dear students. I welcome you all for today's session. So, we have completed our Unit 3. Is it? In Unit 3, we had one poem and one lesson. The poem name was Little by Little, and the lesson name was The Enormous Turnip. So, we are starting a new session today. So, in Unit 4, again we have one poem and one lesson. So, we are starting the unit with the poem. Okay. Now you can see the title of the poem on the screen. What it is written? Yes, it's written as Unit 4 Sea Song. What is the title? Sea Song. Now you can see a beautiful sea on the screen. അല്ലേ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ നല്ലൊരു സീ നല്ല ഭംഗിയുള്ള സീ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? നമുക്ക് എല്ലാവർക്കും സീ കാണാനും ഇഷ്ടമാണ്, ബീച്ചസിൽ ചെന്നിരുന്ന് കളിക്കാനും ഇഷ്ടമാണ് അല്ലേ? കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീച്ച് കാണാൻ പോകാനും അവിടെ ആ സാൻഡിൽ കളിക്കാനും എല്ലാം ഇഷ്ടമല്ലേ നിങ്ങൾക്ക്? മാത്രമല്ല അവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? യെസ്, ഷെൽസ് കിട്ടും. നൗ യു ക്യാൻ സീ ദ ഷെൽസ് ഓൺ ദ സ്ക്രീൻ. ഹാവ് യു എവർ സീൻ ദീസ് ഷെൽസ് ഓൺ ദ സീ ബീച്ചസ്? നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഷെൽസ് കണ്ടിട്ടുണ്ടോ? എന്തായാലും കണ്ടിട്ടുണ്ടാവും അല്ലേ? ഐ നോ, ഐ എം ഷ്യൂർ ദാറ്റ് യു ഓൾ ഹാഡ് സീൻ ദിസ്. എന്തായാലും ഈ സീയിൽ പോയി കളിക്കണവർക്ക്, നമ്മളെ സീ ബീച്ചസിൽ പോയിരുന്ന് കളിക്കണവർക്ക് എന്തായാലും ഇത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? ഷെൽസ്. സോ ഈ സീ എന്താണെന്നും സീ ഷെൽസ് കൊണ്ട് ഈ കുട്ടിക്കുണ്ടായ ഒരു അനുഭവം, അതാണ് ഈ പോയമിലൂടെ പോയറ്റ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ പോയം ഈസ് കംപ്ലീറ്റ്ലി റിലേറ്റഡ് ടു സീ ആൻഡ് ദ ഷെൽ. Okay, now let's start reciting the poem. All of you take page number 34 and get ready. I hope you all have taken the page number 34. Now I'm going to recite the poem. You all please listen. Okay, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. Unit 4. Have you ever collected shells? നിങ്ങളിങ്ങനെ ഷെൽസൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ദ ആൻസർ വിൽ ബി യെസ് അല്ലേ? നമ്മൾ സീയിൽ പോയാൽ ഇങ്ങനത്തെ ഷെൽസൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരാറുണ്ട് അല്ലേ? സോ ദ പോയറ്റ് ഈസ് ആസ്കിങ് us, have you ever collected shells? Okay, and he is saying, enjoy this poem about a shell that sings. ഈ പോയം എന്തിനെ കുറിച്ചാണെന്നറിയോ? ഈ ഷെല്ല് പാടുന്ന ഒരു സൗണ്ടാണ് നമ്മൾ ഈ പോയമിലൂടെ ആ കുട്ടിക്ക് ഉണ്ടായ ഒരു അനുഭവം, അതാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓക്കെ, എൻജോയ് ദിസ് പോയം എബൌട്ട് എ ഷെൽ. ഷെല്ലിനെ കുറിച്ചാണ് ഈ പോയം. ദാറ്റ് സിങ്സ്, ആ ഷെല്ല് എന്ത് ചെയ്യും? പാടും. ദാറ്റ് ഷെൽ വിൽ സിങ്. ഓക്കെ, നൗ ലെറ്റ്സ് സ്റ്റാർട്ട് റിസൈറ്റിംഗ് ദ പോയം. സീ സോങ്. I found a shell, a curly one. I found a shell, a curly one, lying on the sand. I picked it up and took it home, cold inside my hand. Cold inside my hand. Mummy looked at it and then she held it to my ear. Mummy looked at it and then she held it to my ear. And from the shell there came a song, soft and sweet and clear. I was surprised. I listened hard. But it was really true. I wish you would find a nice big shell and hear it singing too. I wish you would find a nice big shell and hear it singing too. Understood? Now we can see the line by line explanation of this poem. So the first line is, I found a shell, a curly one. ഈ കുട്ടി എന്താ കണ്ടത്? He found a shell. എങ്ങനെയായിരുന്നു ഷെൽ? ഇറ്റ് ഈസ് എ കേളി വൺ. ഷെല്ല് എങ്ങനെയായിരുന്നു? ഈ കുട്ടി കണ്ട ഷെല്ല് ഇങ്ങനെ കേളി എന്ന് ചുരുണ്ടിട്ട്. ഓക്കെ, സോ
this boy found a shell which is a curly one. That is a first line. Okay, I found a shell, a curly one. Okay, curly ആയിട്ടുള്ള ഷെല്ലാണ് കണ്ടത്. Lying on the sand. Where the shell was lying, എവിടെയാണ് വീണ് കിടക്കുന്നിരുന്നത്? On the sand. Okay, I found a shell lying on the sand. Okay, understood? കേളി ആയിട്ട് നല്ല ഇങ്ങനെ ചുരുണ്ടിരിക്കണ ഒരു ഷെല്ല് കണ്ടു. എവിടെയാണ് കണ്ടത്? ഓൺ ദ സാൻഡ്. ഓക്കെ, നൗ തേർഡ് ലൈൻ, ഐ പിക്ഡ് ഇറ്റ് അപ്പ്. പിക്ഡ്. ഓക്കെ, പിക്ഡ് എന്തത് റീഡ് ചെയ്യുക? പിക്ഡ്. ഓക്കെ, ഐ പിക്ഡ് ഇറ്റ് അപ്പ് ആൻഡ് ടുക്ക് ഇറ്റ് ഹോം. ഞാനത് അവിടുന്ന് എടുത്തു. എവിടുന്ന്? ഫ്രം വെയർ ഹി ടുക്ക് ദ ഷെൽ? യെസ്, ഫ്രം ദ സാൻഡ്. ഓക്കെ, ഐ ടുക്ക് ഇറ്റ് അപ്പ്. ഞാനത് ഷെല്ലിനെ എൻ്റെ കൈ കൊണ്ട് എടുത്തു. ആൻഡ് ടുക്ക് ഹോം. എങ്ങോട്ടാണ് കൊണ്ടുപോയത്? ആൻഡ് ടുക്ക് ഹോം. അണ്ടർസ്റ്റുഡ്? ഐ പിക്ഡ് ഇറ്റ് അപ്പ് ആൻഡ് ഐ ടുക്ക് ഹോം. നൗ കോൾഡ് ഇൻസൈഡ് മൈ ഹാൻഡ്. അത് കൈ കൊണ്ട് പിടിച്ചപ്പോൾ എൻ്റെ കൈ എങ്ങനെയായിരുന്നു? യെസ്, ഐ ഫെൽറ്റ് വെരി കോൾഡ്. ഓക്കെ, സീൽ കിടക്കുന്ന ഒരു ഷെല്ലാണല്ലോ എടുത്തത് ആ കുട്ടി. സോ ഐ ഫെൽറ്റ് വെരി കോൾഡ്. ഓക്കെ, കോൾഡ് ഇൻസൈഡ് മൈ ഹാൻഡ്. ഓക്കെ, സോ ഹിയർ എൻഡ്സ് അവർ ഫസ്റ്റ് പാരഗ്രാഫ്. ഫസ്റ്റ് സ്റ്റാൻസ ഇവിടെ അവസാനിക്കുകയാണ്. മിസ് ആ ഫസ്റ്റ് സ്റ്റാൻസ ഒന്നും കൂടി റീഡ് ചെയ്ത് തരാം. ഐ ഫൗണ്ട് എ ഷെൽ, എ curly one, lying on the sand. I picked it up and took it home, cold inside my hand. Now we can move to the second stanza of this poem. Now let's see what happens when he took the shell home. Okay, ആ ഷെല്ല് വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. Mummy looked at it and then Mummy looked at it. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഷെല്ല് മമ്മി കണ്ടു. ഓക്കെ, മമ്മി കണ്ടു. മമ്മി ലുക്ക്ഡ് അറ്റ് ഇറ്റ് ആൻഡ് ദെൻ എന്താ സംഭവിച്ചത്? ഷീ ഹെൽഡ് ഇറ്റ് ടു മൈ ഇയർ. ഓക്കെ, ഷീ ഹെൽഡ് ഇറ്റ് ടു മൈ ഇയർ. മമ്മി എന്ത് ചെയ്തു? എൻ്റെ കയ്യിലുള്ള ഷെല്ല് വാങ്ങിച്ച് എൻ്റെ ചെവിയിലേക്ക് ചേർത്ത് വെച്ച് തന്നു. ഓക്കെ, ഷീ ഹെൽഡ് ഇറ്റ് ടു മൈ ഇയർ. ഓക്കെ, അപ്പോൾ ഇനി ആ ഷെല്ല് ഇയറിലേക്ക് വെച്ചപ്പോൾ വാട്ട് ഹാപ്പൻസ്? ലെറ്റ്സ് സീ. And from the shell there came a song, soft and sweet and clear. ആ ഷെല്ല് എൻ്റെ ചെവിയിലേക്ക് വെച്ചപ്പോൾ എനിക്ക് എന്താ കേട്ടത്? നല്ലൊരു സോങ് എനിക്ക് കേൾക്കാൻ പറ്റി. എന്തായിരുന്നു? എങ്ങനെയായിരുന്നു സോങ്? ഇറ്റ് വാസ് സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് ആൻഡ് ക്ലിയർ. ഓക്കെ, ആ സോങ് എങ്ങനെയായിരുന്നു? സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് ആൻഡ് ക്ലിയർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഷെല്ല് ആ ചെവിയിലേക്ക് വെച്ചപ്പോൾ ആ ഷെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ളൊരു സോങ് എനിക്ക് കേൾക്കാൻ പറ്റി. ഓക്കെ, നൗ ഐ തിങ്ക് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് നൗ. ഓക്കെ, അപ്പോൾ ആ ഷെല്ല് ചെവിയിലേക്ക് വെച്ചപ്പോൾ എന്താ കേട്ടത്? ഹി കുഡ് ഹിയർ എ സോങ് വിച്ച് ഇസ് സോഫ്റ്റ്, സ്വീറ്റ് ആൻഡ് ക്ലിയർ. ഓക്കെ, Now he is saying that I was surprised. എനിക്ക് ആ സോങ് കേട്ടപ്പോൾ I was really surprised. സർപ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, എനിക്ക് ഭയങ്കര ആശ്ചര്യം തോന്നി. I was surprised. I listened hard. ഞാൻ വീണ്ടും ശ്രദ്ധിച്ച് കേട്ടു. ഓക്കെ, I listened hard എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും ശ്രദ്ധിച്ച് കേട്ടു. ഓക്കെ, once again I will read that line. I was surprised. I listened hard. Second line, but it was really true. അത് തികച്ചും സത്യമായൊരു കാര്യമാണ്. ആ ഷെല്ല് ചെവിയിലേക്ക് വെച്ചപ്പോൾ എന്താ എനിക്ക് തോന്നിയത്? നല്ലൊരു പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ വീണ്ടും ശ്രദ്ധിച്ച് കേട്ടു. ബട്ട് ഇറ്റ് വാസ്, പക്ഷേ അത് ശരിക്കും ഒരു യാഥാർത്ഥ്യമാണ്. അത് ശരിക്കും ഉള്ള കാര്യം തന്നെയാണ് എനിക്ക് തോന്നിയത്. ഇറ്റ് വാസ് റിയലി ട്രൂ.
I wish you would find a nice big shell. ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കും ഇതുപോലെ ഒരു ബിഗ് ഷെല്ല് കിട്ടട്ടെ. ഓക്കെ, എനിക്ക് കിട്ടിയ പോലത്തെ ഒരു ഷെല്ല് നിങ്ങൾക്കും കിട്ടട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യണം. ഐ റിയലി വാണ്ട് യു ഓൾ ഷുഡ് ഗെറ്റ് എ ബിഗ് ഷെൽ ലൈക്ക് ദിസ്. നിങ്ങൾക്കും ഇതുപോലെ ഒരു ബിഗ് ഷെൽ കിട്ടട്ടെ. ആൻഡ് ഹിയർ ഇറ്റ്സ് സിംഗിങ് ടു. എന്നിട്ട് നിങ്ങൾക്കും ഞാൻ കേട്ട പോലെ നല്ലൊരു പാട്ട് നിങ്ങൾക്കും അതുപോലെ കേൾക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വിഷ് ചെയ്യുകയാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, വൺസ് അഗെയിൻ ഐ റീഡ് ദിസ് ലാസ്റ്റ് സ്റ്റാൻസ് ഓഫ് ദിസ് പോയം. ഐ വാസ് സർപ്രൈസ്ഡ് ആൻഡ് ഐ ലിസൺഡ് ഹാർഡ്, ബട്ട് ഇറ്റ് വാസ് റിയലി ട്രൂ. I wish you would find a nice big shell and hear it singing too. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് പോയം. ആ കുട്ടിക്ക് സീൽ പോയപ്പോൾ നല്ലൊരു ഷെല്ല് കിട്ടി, അത് വീട്ടിലേക്ക് കൊടുന്നു. ദെൻ വാട്ട് ഹിസ് മദർ ഡിഡ്? യെസ്, ഹിസ് മദർ ഹെൽഡ് ഇറ്റ് ടു ഹിസ് ഇയേഴ്സ്. ഓക്കെ, ആൻഡ് ദെൻ ഹീ കുഡ് ഹിയർ എ സോങ് വിച്ച് ഇസ് സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് ആൻഡ് ക്ലിയർ. ഓക്കെ, നല്ലൊരു സോങ് ഹീ കുഡ് ഹിയർ. ആൻഡ് വാട്ട് ഹീ വിഷസ് അസ്, എന്താണ് ആൾ നമുക്ക് എന്താ വിഷ് ചെയ്തത്? നമുക്കും നിങ്ങൾക്കും ഇതുപോലൊരു ബിഗ് ഷെല്ല് കിട്ടട്ടെ. ഓക്കെ, ദെൻ യു കുഡ് ഹിയർ ദ സോങ് വിച്ച് ഐ ഹാഡ് ഹിയർഡ്. ഞാൻ കേട്ട പോലെ നല്ലൊരു സോങ് നിങ്ങൾക്കും കേൾക്കാൻ ഞാൻ നിങ്ങളെ വിഷ് ചെയ്യുന്നു. ഓക്കെ, സോ ദിസ് ഇസ് എ നൈസ് പോയം. ഇനി ഇൻഷാല്ലാ നിങ്ങൾക്കും ബീച്ചിലൊക്കെ പോകുമ്പോൾ അങ്ങനെ ഒരു ബിഗ് ഷെൽ, ഓക്കെ, ചെറിയ ചെറിയ ഷെല്ലല്ല, നല്ലൊരു ബിഗ് ഷെൽ, കേളി ആയിട്ടുള്ള ഷെല്ല് കിട്ടിയാൽ അത് മെല്ലെ ചെവിയിലേക്ക് ചേർത്ത് വെച്ചാൽ you could also hear nice and sweet song. Okay, I hope you understood this poem well. Now once again I'll read this poem. So now you also should read along with me. Okay, take your book, take page number 34. Okay, let's start. See song. I found a shell, a curly one, lying on the sand. I picked it up and took it home, cold inside my hand. Mummy looked at it and then she held it to my ear, and from the shell there came a song, soft and sweet and clear. I was surprised. I listened hard, but it was really true. I wish you would find a nice big shell and hear it singing too. Okay, it's a small poem. So once again I'm saying you should read this poem 3 to 4 times. I will make you all read in the Google Meet. Okay, Google Meet miss എല്ലാവരെ കൊണ്ട് റീഡ് ചെയ്യിപ്പിക്കും. So practice reading 3 to 4 times and you should by heart the first 4 lines of the poem. Okay, understood? എല്ലാവരും റീഡ് ചെയ്യുക. മിസ് ഗൂഗിൾ മീറ്റിൽ ഇത് എല്ലാവരെ കൊണ്ടും റീഡ് ചെയ്യിപ്പിക്കും. കൂടാതെ ഫസ്റ്റ് 4 lines you should by heart. Now we are moving on to the activity session which is given on the page number 35. So take page number 35. So we are going to do 2 activities which is given in the page number 35. Okay, so take page number 35. Let me read the question first. Word building. Pick the rhyming words from this box and pair them in the spaces below. The first one has been done for you. So rhyming words എന്താണെന്നും അതെങ്ങനെയാണെന്നും മിസ് ലാസ്റ്റ് സെഷനിൽ നന്നായി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി കേട്ടോ. ഒന്നുമല്ല, ഇറ്റ് വിൽ ബി എൻഡ് ഇൻ എ സെയിം സൗണ്ട്. റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ദ വേർഡ്സ് ദാറ്റ് എൻഡ് വിത്ത് ദ സെയിം സൗണ്ട്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ അതിൽ ഓപ്ഷൻസ് മിസ് ആദ്യം വായിക്കാം. അത് ബ്ലൂ റിബണിൽ തന്നിട്ടുണ്ട്, ബ്ലൂ കളറിൽ. ഫൗണ്ട്, കോൾഡ്, ടുക്ക്, സാൻഡ്, മമ്മി, ലുക്ക്, ഹാൻഡ്, സൗണ്ട്, ബോൾഡ്, ടമ്മി. ഓക്കെ, സോ ഇതിൽ നിന്ന് പെയർ ചെയ്യുന്ന റൈമിംഗ് വേർഡ്സ് നിങ്ങൾ താഴെ എടുത്ത് എഴുതണം. ദാറ്റ്സ് ഇറ്റ്. സോ ഫസ്റ്റ് വൺ അവർ തന്നിട്ടുണ്ട് ഫൗണ്ടിൻ്റെ റൈമിംഗ് വേർഡ് അതിലെന്താ തന്നിട്ടുള്ളത്? സൗണ്ട്. സോ ഓൾറെഡി ദേ ഹാവ് ഡൺ ദ ഫസ്റ്റ് വൺ. Remaining 2, 3, 4, 5 you should do. Okay, second one
നിങ്ങൾക്ക് ഏത് വേർഡ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ആ റൈമിംഗ് വേർഡ് എടുത്ത് ഇപ്പോൾ ഫസ്റ്റ് ഒന്നും കൂടി മിസ് എക്സാമ്പിൾ പറഞ്ഞുതരാം. സെക്കൻഡ് വൺ കോൾഡ് തന്നിട്ടുണ്ട്. കോൾഡ് ആ സെക്കൻഡിന് നേരെ 2 നമ്പറിന് നേരെയുള്ള ബ്ലാങ്കിലേക്ക് കോൾഡ് എന്ന് എഴുതുക. എന്നിട്ട് ആ കോൾഡിന് മാച്ച് ആയിട്ടുള്ള റൈമിംഗ് വേർഡ് ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. കോൾഡിൻ്റെ റൈമിംഗ് വേർഡ് ഈസ് ബോൾഡ്. സോ ആ സെക്കൻഡിൻ്റെ താഴെ തന്നിരിക്കുന്ന ബ്ലാങ്ക് സ്പേസിൽ ബോൾഡ് എന്ന് എഴുതണം. ഓക്കെ, മിസ് 2 എക്സാമ്പിൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നൗ റിമൈനിങ് 3, 4, 5 ഇതുപോലെ നിങ്ങൾ എഴുതുക. അത്രയേ ഉള്ളൂ കേട്ടോ, ഈസി വൺ. സോ ദ ഫസ്റ്റ് ആക്ടിവിറ്റി ഈസ് ക്ലിയർ, ഐ തിങ്ക് സോ. നൗ മൂവിങ് ഓൺ ടു ദ സെക്കൻഡ് വൺ. Fill in the blanks with the opposite word choosing from the box below. The first one is done for you. So ആദ്യത്തെ ആക്ടിവിറ്റി റൈമിംഗ് വേർഡ്സ് ആയിരുന്നു. ഇത് ഓപ്പോസിറ്റ്സ് ആണ്. ഓക്കെ, ഫസ്റ്റ് മിസ് ഇതിൻ്റെ ഓപ്ഷൻസ് വായിക്കാം. ലെറ്റ് മീ റീഡ് ദ ഓപ്ഷൻസ് ഫസ്റ്റ്. ഹോട്ട്, ഫാൾസ്, ഷോർട്ട്, സ്ട്രെയിറ്റ്, ഡ്രോപ്പ്, സോഫ്റ്റ്. വെൻറ്റ്, സ്മോൾ, ഗേവ്, ഔട്ട്സൈഡ്, ബിറ്റർ, ലോസ്റ്റ്. ഇതാണ് ഓപ്ഷൻസ്. So first one they have given the answer also. First one found in the opposite last. Okay, next one hard in the opposite ഏതാണ് നിങ്ങൾ ആ ഓപ്ഷൻസിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് you should write. I'm not going to reveal the answer, you should write it. Okay, if you are sure about your answers you can write directly in your textbook itself. Okay, activity bookilക്കൊന്നും എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പെൻസിൽ, with the help of pencil you can write it in the textbook itself. I'll be sending the answers for these activities when I send the notes for this poem. Okay, മിസ് ഈ പോയമിൻ്റെ നോട്ട്സ് അയക്കുമ്പോൾ ഒബിയസ്ലി ഇതിൻ്റെ ആക്ടിവിറ്റീസിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിൻ്റെ ആൻസേഴ്സും മിസ് അയക്കുന്നതാണ്. യു പ്ലീസ് ക്രോസ് ചെക്ക് ഇറ്റ് ആൻഡ് മേക്ക് ഷുവർ യു ഹാവ് റൈറ്റ് ഇറ്റ് കറക്റ്റ്. അണ്ടർസ്റ്റുഡ്? I think both the activities are clear. One is rhyming word, the other is opposites. Okay, so we can wind up the session now. Before that, don't forget to read this poem 3 times. Understood? I will make you read in the Google Meet, so please practice reading. Thank you. See you soon.